പാലക്കയംതട്ടിൻ്റെ തൊട്ട് താഴെയുള്ള ജംഗ്ഷനാണിത്. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് നമ്മൾ വേറെ റൂട്ടിലാണ്. ഇതിപ്പം ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ മുമ്പോട്ട് കാണുന്ന റൂട്ട് പുലിക്കുരുമ്പ് എത്തിച്ചേരും. നമ്മളിപ്പോൾ വരുന്നത് ആദ്യത്തെ വീഡിയോയിൽ വന്നത് നമ്മൾ മണ്ഡലം വഴിയാണ്. നമ്മുടെ പുറകു ഭാഗത്ത് നേരെ സ്ട്രൈറ്റ് താഴോട്ടൊരു വഴിയുണ്ട്, അവിടെ നിന്നാണ് വന്നത്. ഇപ്പോഴും നമ്മളത് പോകുന്നത് പുലിക്കുരുമ്പയിൽ നിന്ന് കയറി വരുന്ന വഴിയിലോട്ടാണ്. നമ്മൾ അതുപോലെ തന്നെ പോകുന്നത് പാലക്കയംതട്ടിലെ പുറയിലൊരു ഗേറ്റുണ്ട്, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് പാർട്ടായിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യത്തെ പാർട്ട് കണ്ടില്ലെങ്കിൽ ആ പാർട്ട് കൂടി കാണുക. ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. നല്ല കയറ്റമാണ്, ചെറിയ റോഡ് പൊട്ടിപ്പൊളിഞ്ഞൊന്നുമല്ല, ചില ഭാഗങ്ങളൊക്കെ റിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിൻ ഗേറ്റിലാണ് നമ്മൾ പോയത്. ഇപ്പം ഇനി നമ്മൾ അങ്ങോട്ട് പുലിക്കുരുമ്പ് ഈ പോകുന്ന വഴിയിൽ നിന്ന് നമുക്ക് വേറൊരു ഭാഗത്തോട്ട് പോകാം. ഇതിൻ്റെ പുറകിലത്തെ തുരുമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് പാലക്കയംതട്ടിൻ്റെ തട്ടിൻ്റെ പുറകിലത്തെ ഗേറ്റിലോട്ട് പോകാം. ആ ഗേറ്റ് വഴി വണ്ടി മൊത്തമായിട്ട് കയറി പോകത്തില്ല എന്നാണ് പറയുന്നത്. നമുക്കവിടെ എത്തിയിട്ട് നോക്കാം എന്താണ് സ്ഥിതി എന്ന്. ഈ വഴി എന്തായാലും കുഴപ്പമില്ല, ചെറുതാണെങ്കിലും അധികം കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത വഴിയാണ്. ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരുവിധം നല്ല റോഡൊക്കെയാണ്. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ന്യൂട്രലിൽ മെല്ലെ ഇറങ്ങി പോവുകയാണ്. ന്യൂട്രൽ ഇറങ്ങുമ്പം വളരെ ശ്രദ്ധിച്ച് വളരെ സ്പീഡ് കുറച്ച് വേണം വണ്ടി ഇറക്കാനായിട്ട്. സ്പീഡിൽ ഒരിക്കലും പോകരുത്. നിങ്ങൾ ശ്രീകണ്ഠാപുരം, ചെമ്പേരി, ഇരിട്ടി ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പുലിക്കുരുമ്പ് നിങ്ങൾക്ക് ഈ വഴി റൂട്ട് മാപ്പ് കാണിച്ചു തരും. അതിലേ വരുമ്പോൾ താഴെ ഇപ്പം നമ്മളൊരു ജംഗ്ഷനിലോട്ടാണ് എത്തിച്ചേരുന്നത്. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റാണ് എടുക്കേണ്ടത്. അവിടുന്ന് സ്ട്രെയിറ്റ് പോയാലാണ് ഞാൻ പറയുന്നത് തുരുമ്പി എന്ന സ്ഥലത്തോട്ട് ചെല്ലുന്നത്. നമ്മളൊരിക്കലും അവിടുന്ന് സ്ട്രെയിറ്റ് പോകാൻ പാടില്ല. നമ്മളവിടുന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. നമ്മൾ ആ ജംഗ്ഷനിലോട്ട് വരുന്നുണ്ട്. ഈ ജംഗ്ഷൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു ഓടിട്ടൊരു കട പോലെ ഒരു ചെറിയൊരു ബിൽഡിങ് കാണാം. അവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ താഴെ നിന്നാണ് കയറി വരുന്നത്. നമ്മളുടെ ഇപ്പം ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തുരുമ്പിയിൽ എത്തിച്ചേരും. ഇപ്പം താഴോട്ട് റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ കുടിയാൻമല പുലിക്കുരുമ്പ് ആ റോഡിൽ എത്തിച്ചേരും, മെയിൻ റോഡിൽ. വരുവാണെങ്കിൽ നിങ്ങൾ ഇതിലേ ആയിരിക്കും വരുന്നത്. അവിടുന്ന് കയറി വരുമ്പം ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് എടുക്കുക. നമുക്ക് എന്തായാലും ഇനി നേരെ മുമ്പോട്ട് പോയി നോക്കാം. തുരുമ്പിയിൽ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് പാലക്കയംതട്ടിൻ്റെ പുറകിലത്തെ ഗേറ്റിലോട്ട് പോയി നോക്കാം, ആ റോഡൊക്കെ എങ്ങനെയുണ്ടെന്നറിയാം. അപ്പോൾ ഇതാണ് ഈ സ്ഥലം. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. നിങ്ങൾ വരുവാണെങ്കിൽ ഈ കടയുടെ അവിടുന്ന് മുകളിലോട്ട് കയറി പോവുക. നമുക്കിനി നേരെ മുമ്പോട്ട് പോകാം. ഈ റോഡും അത്യാവശ്യം നല്ല റോഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കുടിയാൻമല ഭാഗത്തോട്ടും ഈ റോഡ് എത്തിച്ചേരുന്നതാണ്. തുരുമ്പിയിൽ നിന്ന് നമ്മൾക്ക് കനകക്കുന്ന് പോകാം. കനകക്കുന്നിൽ നിന്ന് നമുക്ക് കുടിയാൻമല എത്തിച്ചേരാം. അതേപോലെ തന്നെ തുരുമ്പിയിൽ നിന്ന് നമ്മൾക്ക് ആശാങ്കവല, വെള്ളാട്, കരുവഞ്ചാട് ആ ഭാഗത്തോട്ട് പോവാം. നിങ്ങൾക്ക് വരുമ്പം ചിലപ്പോൾ നിങ്ങളെ ആലക്കോട്, ചെറുപുഴ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ മാപ്പ് ആ വഴി കാണിക്കാം. ചിലപ്പം കരുവഞ്ചാട്, വെള്ളാട്, ആശാങ്കവല, ഈ തുരുമ്പി, ഈ പുറകിലത്തെ ഗേറ്റ് അതുവഴിയും വരാവുന്നതാണ്. അത് കുത്തനെയുള്ള കയറ്റമാണ്. ഇതേപോലത്തെ ചെറിയ റോഡും. ഇതിലേ വന്നാലും നിങ്ങൾ മണ്ഡലം ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇവിടെയൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഇനി മഴയാണ് വരാൻ പോകുന്നത്. മഴക്കാലം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ കുണ്ടും കുഴിയൊക്കെ ആവും. ഇവിടെ റോഡ് പണി എന്തോ നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് മണ്ണൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഓഫ് റോഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ വഴി വരാം. പിന്നെ ഈ വഴി തിരക്ക് കുറവായിരിക്കും. ആരും അധികം ഈ പുറകിലത്തെ ഗേറ്റിൽ ഈ വഴി കൂടെ ഒന്നും ആരും വരാത്തതാണ്. അഥവാ നിങ്ങൾ തുരുമ്പിയിൽ എത്തിച്ചേരുവാണെങ്കിൽ ഈ വഴിയെ റിവേഴ്സ് വന്നിട്ട് നമ്മളിപ്പം വന്ന ആ ജംഗ്ഷനിൽ വന്നിട്ട് ഫ്രണ്ട് ഗേറ്റിലോട്ട് പോകാവുന്നതാണ്.
പുറകിലെ ഗേറ്റിലൂടെ പോവുകയാണെങ്കിൽ മൊത്തമായിട്ട് വണ്ടി പോകത്തില്ല എന്നാണ് പറയുന്നത്, കുറച്ചൊക്കെ നടന്നു പോകണം. പിന്നെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആണെങ്കിൽ കയറി പോവുക എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളിപ്പം തുരുമ്പി ടൗണിലോട്ട് എത്തിച്ചേരുകയാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കനകക്കുന്ന് കുടിയാൻമല റോഡിലോട്ട് എത്തിച്ചേരും. ഇതൊരു ചെറിയൊരു ടൗണാണ്. ഇവിടുന്ന് റൈറ്റ്, ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആശങ്കാവില, വെള്ളാട്, കരുവഞ്ചാൽ എത്തിച്ചേരും. സ്ട്രെയിറ്റ് പോകണം. നമ്മൾക്ക് ഇവിടുന്ന് വീണ്ടും ലെഫ്റ്റാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇതുവഴി കയറി വരുന്ന വണ്ടികളാണെങ്കിൽ, അതായത് വെള്ളാട്, കരുവഞ്ചാല ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വരും. നിങ്ങൾക്ക് ബാക്ക് ഗേറ്റിൽ ഈ വഴി പോവാം, അല്ലെങ്കിൽ നമ്മൾ വന്നപ്പം ആദ്യം കണ്ട ആ ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് കയറി പോവാം. ഇതിപ്പോൾ നമ്മൾ പുറകിലത്തെ ഗേറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ നല്ല അടിപൊളി റോഡാണ്, നല്ല വീതിയിലും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ട് നിൽക്കുന്ന റോഡാണ്. ഈ വഴി അങ്ങനെ ആൾക്കാരൊന്നും വരവില്ല എന്നുള്ളത്. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം. റോഡിന് എന്തായാലും നല്ല വീതിയിലാണ് പണിതിരിക്കുന്നത്. ഇവിടെ നല്ല കയറ്റമുണ്ട്. ഇത് പുതിയ റോഡാണെന്നാണ് തോന്നുന്നത്. ഇത് ഇവിടെ വീതി കുറവാണ് കേട്ടോ, ചെറിയ റോഡാണ്. ഇനി അങ്ങോട്ട് വലിയ കയറ്റമൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ കയറ്റുള്ളൂ. ഇവിടെ നിന്ന് ഇനി നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ മതിയ റോഡുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി മുകളിലോട്ട് വേണം നടന്നു പോകാനായിട്ട്. അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആണെങ്കിൽ കയറ്റിക്കൊണ്ട് പോകാം. ടൂ വീലറും കുറച്ച് വിഷമമാണ് മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട്. ആ കാണുന്ന മുകളിലോട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾക്ക് കയറി പോകേണ്ടത്. സ്ട്രൈറ്റ് അല്ല, മുകളിലോട്ട് കാണുന്ന റോഡിലൂടെ. നമ്മൾ താഴെ നിന്നാണ് വരുന്നത്. ആ മുകളിലോട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് നമ്മൾക്ക് കയറി പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് റോഡൊക്കെ ആണെങ്കിൽ, ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വഴി വരാം. അല്ലാത്തവരൊന്നും ഈ വഴി വരാതിരിക്കുക.